ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ തുണയരുളും വൻഗിരിയിൽ. ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ തുണയരുളും വൻഗിരിയിൽ. എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ. എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷ. ഇന്ന് വെളിപ്പാട് പുസ്തകത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ TG മാത്യു കോന്നി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനം. കഴിഞ്ഞ 7 എപ്പിസോഡുകളിലായിട്ട് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലൂടെ നാം അല്പമായിട്ട് ചിന്തിക്കുകയുണ്ടായി. ഇന്ന് അതിൻ്റെ 11, 12, 13 വാക്യങ്ങൾ അല്പമായിട്ട് ചിന്തിക്കുവാനാണ് കർത്താവിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുന്നത്. ആ വേദഭാഗം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫേസോസ്, സ്മുർന, പെർഗമോസ്, തുയത്തൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്യ എന്ന 7 സഭകൾക്ക് അയക്കുക എന്നിങ്ങനെ കാഹളത്തിനൊത്ത ഒരു മഹാനാദം എൻ്റെ പിറകിൽ കേട്ടു. എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച് കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. ദൈവത്തിന് സ്തോത്രം. ഈ വചനങ്ങളെ ദൈവം നമുക്ക് അനുഗ്രഹിച്ച് നൽകി തരുമാറാകട്ടെ. ഇവിടെ കർത്താവിൻ്റെ വാക്കുകളും കർത്താവിനെക്കുറിച്ചുള്ള ദർശനവുമാണ് ഈ ഭാഗത്ത് യോഹന്നാൻ വിവരിച്ചിരിക്കുന്നത്. അതിൻ്റെ 11 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവിൻ്റെ മഹത്വ സമ്പൂർണതയെ വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ 2 കാര്യങ്ങൾ ശ്രദ്ധേയമാണ്. ദർശനത്തിൽ കൂടെ കണ്ട കാര്യം ഒരു പുസ്തകത്തിൽ എഴുതി 7 സഭകൾക്ക് അയക്കുക. ഇത് വളരെ വിശദമായിട്ട് 2ഉം 3ഉം അധ്യായങ്ങളിൽ ഈ 7 സഭകൾക്കുള്ള ദൂത് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. അത് വിശദമായിട്ട് പിന്നീട് അക്കാര്യത്തെക്കുറിച്ച് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. രണ്ടാമത്, താൻ ഒരു മഹാനാദം കേട്ടു. താൻ ആ മഹാനാദം കേട്ട സ്ഥാനത്തേക്ക് തിരിഞ്ഞപ്പോൾ കണ്ട കാഴ്ച അവിടെ വെളിപ്പെടുത്തുകയാണ്. അവിടെ മഹത്വ സമ്പൂർണനായ കർത്താവിനെ ആണ് അവിടെ തനിക്ക് കാണുന്നതിനായിട്ട് ഇടയായിത്തീരുന്നത്. ആ 13-ാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ കർത്താവിൻ്റെ രൂപത്തെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നു, മനുഷ്യപുത്രനോട് സദൃശനായവൻ എന്ന് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഒരു മനുഷ്യനായിട്ട് ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. തൻ്റെ മനുഷ്യത്വവും ദൈവത്വവും ഒരുപോലെ തന്നിൽ വിളങ്ങിയിരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ താൻ ആ നിലയിൽ കടന്നു വന്നു. ഈ ലോകത്തിൽ 33.5 വർഷക്കാലം ജീവിച്ചു. താൻ മരിച്ചു, താൻ അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ നമുക്കറിയാം, താൻ ഉയർത്തെഴുന്നേറ്റപ്പോഴും തൻ്റെ മനുഷ്യത്വത്തോടു കൂടിയാണ് താൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. യേശു സ്വർഗാരോഹണം ചെയ്തപ്പോൾ താൻ മനുഷ്യപുത്രനും ദൈവവും ആയിരുന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 50-ഉം 52-ഉം വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, അനന്തരം അവരെ ബെഥാന്യോളം കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. അവരെ അനുഗ്രഹിക്കയിൽ അവൻ അവരെ വിട്ടുപിരിഞ്ഞു, സ്വർഗാരോഹണം ചെയ്തു,
അവർ അവനെ നമസ്കരിച്ചു. ഈ ഭാഗത്ത് നമുക്ക് സത്യമായിരിക്കുന്ന ഒരു കാര്യം, നമ്മുടെ കർത്താവ് സ്വർഗാരോഹണം ചെയ്തതിന് മുമ്പായിട്ട് കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. തൻ്റെ മനുഷ്യത്വത്തെ താൻ മനുഷ്യപുത്രൻ എന്നുള്ള നിലയിൽ തന്നെ അവിടെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 9-ാം വാക്യത്തിൽ നമുക്ക് ആ കാര്യം അവിടെ നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ ഇങ്ങനെ വായിക്കുന്നു, ഇത് പറഞ്ഞ ശേഷം അവർ കാണെ അവൻ ആരോഹണം ചെയ്തു. അപ്പോൾ ശിഷ്യന്മാർക്ക് കാണത്തക്ക വിധം അവൻ മനുഷ്യപുത്രൻ എന്നുള്ള നിലയിൽ കർത്താവ് സ്വർഗാരോഹണം ചെയ്തു എന്നുള്ളത് ഈ ഭാഗത്ത് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. ദാനിയേൽ പ്രവചനം 7:13 ദാനിയേൽ കണ്ട ദർശനങ്ങളിലും നമ്മുടെ കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ ആകാശമേഘങ്ങളോടെ വരുന്നത് കണ്ടു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 63-ാം വാക്യത്തിൽ കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നു. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് മനുഷ്യപുത്രൻ സർവശക്തൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണും എന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് മനുഷ്യപുത്രനോട് സദൃശൻ ആയവനായിരിക്കുന്നു. അവൻ സ്വർഗത്തിലും ആ പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുമ്പോഴും അവൻ മധ്യസ്ഥത നമുക്ക് വേണ്ടി ചെയ്യുമ്പോഴും അവൻ മനുഷ്യപുത്രനോട് സദൃശൻ ആയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നു. 1 തിമോത്തിയോസ് 2-ാം അധ്യായം 5-6 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ. അവിടെയും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ. അപ്പോൾ നമുക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ മധ്യസ്ഥത ചെയ്യുന്നത് ഈ മനുഷ്യപുത്രനോട് സദൃശനായ കർത്താവാണ് എന്നുള്ളത് നമുക്ക് അവിടെ നിന്നും മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ മനുഷ്യപുത്രൻ എന്ന നിലയിൽ ഒരു പ്രവാചകൻ ആയിരുന്നു. ഇപ്പോൾ കർത്താവ് മഹത്വത്തിൽ മനുഷ്യപുത്രൻ എന്ന നിലയിൽ ഒരു പുരോഹിതനാണ് എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവിടുന്ന് വീണ്ടും വരുമ്പോൾ മനുഷ്യപുത്രൻ എന്ന നിലയ്ക്ക് തന്നെ ഒരു രാജാവാണ്, അവൻ രാജാതി രാജാവാണ് എന്നുള്ളത് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നു. അടുത്തതായിട്ട് മനുഷ്യപുത്രൻ്റെ സ്ഥാനം അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ വായിക്കുന്നത് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ. അവിടെ നമുക്ക് 7 പൊൻനിലവിളക്കുകൾ എന്ന് പറയുമ്പോൾ അത് 7 സഭകളെ കാണിക്കുന്നു എന്നുള്ളത് വെളിപ്പാട് പുസ്തകം തന്നെ 1-ാം അധ്യായം 20-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ ഇങ്ങനെ വായിക്കുന്നു, എൻ്റെ വലങ്കൈയിൽ കണ്ട 7 നക്ഷത്രത്തിൻ്റെ മർമ്മവും 7 പൊൻനിലവിളക്കിൻ്റെ വിവരവും എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു, 7 നിലവിളക്ക് 7 സഭകൾ ആകുന്നു എന്ന് കൽപ്പിച്ചു. അപ്പോൾ കർത്താവ് ഇപ്പോൾ ആയിരിക്കുന്നത് സഭകളുടെ നടുവിലാണ്. ഇന്നും നമ്മുടെ കർത്താവ് നമ്മുടെ സഭകളുടെ നടുവിൽ ഉണ്ട്. ആ ബോധ്യം നമുക്കുണ്ടായിരിക്കണം എന്നുള്ളതാണ് ഈ ദൈവവചനം മനസ്സിലാക്കുമ്പോൾ നാം അറിഞ്ഞിരിക്കേണ്ടതായ കാര്യം. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്ഥാനം എവിടെയായിരിക്കുന്നു എന്നുള്ളത് യോഹന്നാൻ വെളിപ്പെടുത്തുകയാണ് എന്ന്. രണ്ടാമത് മനുഷ്യപുത്രൻ്റെ വേഷത്തെക്കുറിച്ച് അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അവിടെ നമ്മൾ വായിച്ചത് നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി. നമ്മുടെ കർത്താവിൻ്റെ ആ വേഷത്തെക്കുറിച്ച് അവിടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. യേശു സ്വർഗത്തിലൊരു മഹാപുരോഹിതനാണെങ്കിലും യോഹന്നാൻ കാണുന്നത് പൗരോഹിത്യവൃത്തിയിൽ ഇരിക്കുന്നവനായിട്ടല്ല, മറിച്ച് ഒരു ന്യായാധിപൻ എന്ന നിലയ്ക്കാണ് നമ്മുടെ കർത്താവിനെ യോഹന്നാൻ കാണുന്നത് എന്നത് അവിടെ വ്യക്തമാണ്. അക്കാര്യം സഭകൾക്ക് കൊടുക്കുന്ന ദൂതിൽ നമുക്ക് തെളിഞ്ഞു കാണാവുന്നതാണ്. 2-3 അധ്യായങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തു ഒരു ന്യായാധിപൻ എന്നുള്ള നിലയിൽ സഭകളോട് തൻ്റെ
ന്യായവിധി അവരെ അറിയിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. യെശയ്യാ പ്രവചനം 11:5 ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, നീതി അവൻ്റെ നടുക്കെട്ടും വിശ്വസ്തത അവൻ്റെ അരക്കച്ചയും ആയിരിക്കും എന്നുള്ളത് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് നീതിയോടും വിശ്വസ്തയോടും കൂടെ ന്യായവിധി നടത്തുന്ന ഒരു ന്യായാധിപനാണ് എന്നുള്ളത് യോഹന്നാൻ്റെ ദർശനത്തിൽ കൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 27-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവൻ മനുഷ്യപുത്രനാകയാൽ ന്യായവിധി നടത്തുവാൻ അവൻ അധികാരവും ലഭിച്ചിരിക്കും. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യപുത്രൻ എന്നുള്ള നിലയിൽ ഒരു ന്യായാധിപനായിട്ട് യോഹന്നാൻ നാം വായിച്ചു കേട്ട ഈ വാക്യങ്ങളിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി മധ്യസ്ഥനായിട്ട് ഇന്ന് പിതാവിൻ്റെ സന്നിധിയിൽ ആയിരിക്കുമ്പോഴും നമുക്കറിയാം നമ്മുടെ കർത്താവ് രാജാവായിട്ട് അവൻ വരുവാൻ പോവുകയാണ്. ആ നല്ല കർത്താവിനെ നമ്മൾ തിരിച്ചറിഞ്ഞ് യോഹന്നാൻ തിരിഞ്ഞപ്പോൾ കണ്ട ദർശനം നാമും കർത്താവിങ്കിലേക്ക് ഒന്ന് തിരിയുന്നുവെങ്കിൽ, കർത്താവിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നുവെങ്കിൽ, നമ്മുടെ ജീവിതം ഈ ഭൂമിയിൽ കർത്താവിനായിട്ട് പ്രയോജനപ്പെടുവാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.